രാഘവന്റെ കള്ളച്ചിരി കണ്ട് അഞ്ജന ചിണുങ്ങിക്കൊണ്ട് നോക്കി. അഞ്ജന, അച്ഛ, എന്നാലും എന്തായിരുന്നു ഇന്നലെ രാത്രി? ഹോ. അത് കേട്ടപ്പോൾ രാഘവൻ ഒന്ന് പരുങ്ങി വീണ്ടും ചിരിച്ചു. രാഘവൻ, ഓ, അതൊക്കെ എന്ത്? അഞ്ജന, അതൊക്കെ എന്തെന്നോ അച്ഛ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. രാഘവൻ, ഷോ, ഒന്ന് പതുക്കെ പറ മോളെ, അമ്മ കേൾക്കും. അഞ്ജന, കേൾക്കട്ടെ, ഇനി അമ്മയെയും കൂട്ടാലോ. രാഘവൻ, അയ്യോ, അവൾ അറിയരുത്, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്നേ. ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ പറ്റിപ്പോയി, നീ ഒന്ന് പതുക്കെ പറ. അഞ്ജന, ആ, അങ്ങനെ തുറന്ന് സമ്മതിക്ക്, അല്ലാതെ ഒന്നും അറിയാത്ത പോലെ ഉരുണ്ട് കളിച്ചാലുണ്ടല്ലോ എൻ്റെ വിധം മാറും. രാഘവൻ, മോളെ, എന്നാലും ഇന്നലെ എനിക്ക് ഒരു കാര്യത്തിൽ വിഷമമായി കേട്ടോ. അഞ്ജന, എന്ത് കാര്യത്തിൽ? അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി. രാഘവൻ, അല്ല, ഇന്നലെ മോള് എന്നെ എന്തൊക്കെ വിളിച്ചു എന്ന് വല്ല ബോധവുമുണ്ടോ? ഹോ, എന്തൊക്കെ മലയാളമാ, ഇങ്ങനെയുമുണ്ടോ? അയാൾ വിഷമത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു. അഞ്ജന, ഞാൻ മാത്രമല്ലല്ലോ, അച്ഛനും പറഞ്ഞില്ലേ, മലയാളവും തെലുങ്കുമൊക്കെ. അതിൽ 3/4 ഭാഗവും എനിക്ക് അർത്ഥം പോലും മനസ്സിലായിട്ടില്ല. രാഘവൻ, ആഹാ, അർത്ഥമൊക്കെ മനസ്സിലാക്കി തരാം കേട്ടോ, ഇന്നൂടെ ഒരു അവസരം തരികയാണെങ്കിൽ. ഒരു കള്ളച്ചിരിയോടെ അയാൾ അങ്ങനെ പറഞ്ഞതും അഞ്ജന അതിന് മറുപടി പറയാനായി നിന്നതും പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതും അവൾ നിർത്തി. പിന്നെ അമ്മ വരുന്നുണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ രാഘവൻ വിഷയം മാറ്റി. മാലതി, ദേ ചായ. അവർ അയാൾക്ക് ചായ കൊടുത്തു. പിന്നെ പറഞ്ഞു, രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കിന്നാരം പറഞ്ഞിരിക്കുവാണോ? എടി, നിനക്ക് ഇന്ന് ലീവൊന്നുമില്ലല്ലോ അല്ലേ? അഞ്ജന, ഇല്ല അമ്മേ. മാലതി, ഹാ, എന്നാ വേഗം പോകാൻ നോക്ക്, പിന്നെ അന്നത്തെ പോലെ ലേറ്റ് ആവണ്ട. അത് കേട്ട് അവൾ ആ ശരിയെന്നും പറഞ്ഞ് വേഗം മുറിയിലേക്ക് പോയി. പിന്നെ വേഷം മാറി കണ്ണാടി നോക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു വേഷം. പിന്നെ അഞ്ജന ഫുഡ് കഴിക്കാനായി ഹാളിലേക്ക് വന്നതും രാഘവൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അഞ്ജനയുടെ വേഷം കണ്ടതും കൊള്ളാം എന്ന അർത്ഥത്തിൽ കൈകൊണ്ട് ആംഗ്യം കാട്ടി. അതുകണ്ട് അവൾ ചിരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാഘവൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നിരുന്നു. പിന്നീട് അഞ്ജന ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് അമ്മയോട് ബായ് പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങവേ രാഘവൻ പറഞ്ഞു, ഇതും ഞാൻ എടുക്കും കേട്ടോ. അത് കേട്ടതും അഞ്ജന സംശയത്തോടെ അയാളെ നോക്കി. അഞ്ജന, ഏത്? രാഘവൻ, ദേ ഇത് തന്നെ, ഇന്നലെ എടുത്തതുപോലെ. അഞ്ജന, ഷേ അച്ഛ, വേണ്ടാട്ടോ, അയ്യേ, ഇതും കൂടി കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് വേറെ നല്ലതെന്ന് പറയാൻ ഒന്നുമില്ലാട്ടോ. രാഘവൻ, ഓ, അതൊക്കെ മോള് വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയില്ലേ. അതൊക്കെ പോട്ടെ, നമുക്ക് ശരിയാക്കാം. എന്തായാലും ഇന്നലെ വൈകിട്ട് എടുത്തത് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് തരാം, പകരം ഇത്. അഞ്ജന, വേണ്ട, ഇത് തരില്ല. അഞ്ജന ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. രാഘവൻ, തരണ്ട, ഞാൻ എടുത്തോളാം. അഞ്ജന, ആണോ? ചാലഞ്ചാണോ? രാഘവൻ, ഹാ, അതേ എന്ന് കൂട്ടിക്കോ. അഞ്ജന, ഹാ, എന്നാ നമുക്ക് കാണാം. രാഘവൻ, ഹാ, കാണാം. അപ്പോൾ ബായ്, പോയിട്ട് വാ. ബായ് എന്നും പറഞ്ഞ് അവൾ ഒരു കുറുമ്പോടെ വണ്ടിയും എടുത്ത് പോയി. അങ്ങനെ ഓഫീസിലെത്തിയപ്പോഴാണ് അവൾ ഓർത്തത്, മുറി ലോക്ക് ചെയ്യാൻ മറന്നല്ലോ എന്ന്. അല്ലെങ്കിലും താൻ എപ്പോഴും മുറി ലോക്ക് ചെയ്യാൻ മറക്കും. അവൾ പിറുപിറുത്തു. ആ, സാരമില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അതിനകത്തില്ലല്ലോ. പിന്നെ വൈകിട്ട് ചെന്നാൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അച്ഛനുമായുള്ള ചാലഞ്ചിൽ താൻ തോറ്റുപോകും. അവൾ ചിന്തിച്ചു. എന്താ അഞ്ജന ചിന്തിക്കുന്നത്? കല്യാണക്കാര്യമാണോ? പെട്ടെന്നായിരുന്നു മാനേജറുടെ ആ ചോദ്യം. അത് കേട്ട് അവൾ ഇരുന്നിടത്തു നിന്നും ഞെട്ടി. അഞ്ജന, സോറി സർ. മാനേജർ, സോറി ഒന്നും വേണ്ട, ഇയാൾ ക്യാബിനിലോട്ട് വാ. അതും പറഞ്ഞ് അയാൾ നടന്നു. ഹോ, എന്തിനാണാവോ ഇയാൾ വിളിക്കുന്നേ? ചെയ്ത വർക്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയോ ആവോ? അതും ചിന്തിച്ച് അവൾ അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. മാനേജർ, ഇരിക്കൂ ഇരിക്കൂ. അതും പറഞ്ഞ് അയാൾ ആകെ മൊത്തമായി വീക്ഷിച്ചു. അഞ്ജന, എന്താ സാർ വിളിച്ചേ? മാനേജർ,
അത് അഞ്ജന വളച്ചുകെട്ടൊന്നുമില്ലാതെ സംസാരിക്കുന്നതാ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കാര്യം അങ്ങ് പറയാം. ഇയാൾക്കറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇയാളുടെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇയാളെ ആലോചിച്ചാലോ എന്നൊരു തോന്നൽ. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി. സാർ, അത് അത്രയും പറഞ്ഞതും അയാൾ പറഞ്ഞു, എടോ എനിക്കറിയാം താൻ സിംഗിളാണെന്ന്. അനുപമ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഓഫീസിലുള്ള 2 പേര് പ്രപ്പോസ് ചെയ്തിട്ടും താൻ അത് റിജക്റ്റ് ചെയ്ത കാര്യവും എന്നോട് പറഞ്ഞു. സത്യത്തിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടം. എൻ്റെ ആഗ്രഹം അതാണ്. ഇതുവരെ ആരും തൊടാത്ത ഒരാൾ വേണം പാർട്ട്ണറാവാൻ എന്നാണ് ആഗ്രഹം. തനിക്ക് ആ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു ചിരിയാളെ അയാൾ പറഞ്ഞു നിർത്തി. അഞ്ജന, സാർ, അത് പിന്നെ സാർ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ. മാനേജർ, എന്താണോ എനിക്കിത്തിരി പ്രായം കൂടിപ്പോയത് കൊണ്ടാണോ? ഒരു ചിരിയാളെ അയാളുടെ ചോദ്യം. അതൊന്നുമല്ലടാ, നീ വിചാരിക്കുന്ന പോലെയല്ലടാ, എല്ലാം അച്ഛൻ പൊളിച്ചതാണ് എന്നൊക്കെയാണ് ആദ്യം പറയാൻ തോന്നിയതെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അതിനാൽ അഞ്ജന, സാർ, ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതിയോ? മാനേജർ, ഓ മതി, അത് മതി. അഞ്ജന, ശരി സാർ. അങ്ങനെ അവൾ അവിടെ നിന്നിറങ്ങി തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു. അപ്പോൾ അനുപമ അവളെ നോക്കി സെറ്റായില്ലേ എന്നർത്ഥത്തിൽ മുഖം കൊണ്ടും കൈകൊണ്ടും ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾ ഓടിയെന്നും പറഞ്ഞ് മുഖം തിരിച്ചു. പിന്നീട് വൈകിട്ട് ഓഫീസ് ടൈം കഴിയാറായപ്പോൾ പെട്ടെന്ന് മൊബൈൽ ശബ്ദിച്ചു. എടുത്തു നോക്കിയപ്പോൾ അച്ഛൻ്റെ മെസ്സേജാണ്. ചാലഞ്ച് മറന്നിട്ടില്ലല്ലോ അല്ലേ എന്നായിരുന്നു മെസ്സേജ്. അത് വായിച്ചപ്പോൾ അഞ്ജന ഒരു കുറുമ്പോടെ ഓർത്തു. ഇന്ന് അച്ഛനെ തോൽപ്പിക്കണം. അച്ഛൻ എന്താണ് മനസ്സിൽ കണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഇന്ന് താൻ തന്നെ ജയിക്കും എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അനുപമ, എടി, നല്ല ബമ്പറാണ് നിനക്ക് അടിച്ചേക്കുന്നത്. അയാളെ കല്യാണം കഴിച്ചാൽ പിന്നെ നിന്റെ മഹാഭാഗ്യമാ. പൂത്ത കാശ അയാളുടെ കയ്യിൽ. അഞ്ജന, അതൊക്കെ എനിക്കറിയാം. എന്നാലും നീ എന്തിനാ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പോയത്? അയാൾ എല്ലാം വിശ്വസിച്ച് കാണില്ലേ? അത് കേട്ടതും അവൾ സംശയത്തോടെ അഞ്ജനയെ നോക്കി. അല്ല, അതിനെന്താ? ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? നിനക്ക് വേറെ ആരുമില്ലല്ലോ അല്ലേ? പിന്നെ നീ ഇപ്പോഴും അല്ലേ? അത് കേട്ടതും അഞ്ജന ഒന്ന് പരുങ്ങി. എന്താ ഒന്നും മിണ്ടാത്തേ? അനുപമയുടെ ചോദ്യം. അഞ്ജന, അതേടി, എല്ലാം സത്യമാ. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെയാ? ഏതായാലും ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് അയാളോട് 2 വിവരവും പറയാം. എന്താ പോരെ? അനുപമ, അത് മതി. പിന്നെ അച്ഛനോട് മാത്രമല്ല അമ്മയോടും ചോദിക്കണം കേട്ടോ. അതും പറഞ്ഞ് അവൾ നീട്ടിമൂളി. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് അനുപമ ബസ്സിൽ കയറിപ്പോയി. അവൾക്ക് പോകേണ്ടത് എതിർദിശയിലേക്കായിരുന്നു. പിന്നെ അവളെ യാത്രയാക്കിയിട്ട് അഞ്ജന സ്കൂട്ടറും എടുത്ത് വീട്ടിലോട്ട് വന്നു. എന്തായാലും മാനേജറുടെ പ്രപ്പോസലും അനുപമയുടെ ഓരോ ചോദ്യങ്ങളും എല്ലാം തലയിൽ കൂടി കലർന്നപ്പോൾ താനും അച്ഛനുമായുള്ള ചാലഞ്ചിൻ്റെ കാര്യം അവൾ മറന്നുപോയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൾ നേരെ മുറിയിലേക്ക് ചെന്നു. പിന്നെ മാറി. പിന്നെ നൈറ്റിയും ഇട്ടുകൊണ്ട് ഹാളിൽ നിന്നും ടവലുമെടുത്ത് അടുക്കള ഭാഗത്തേക്കുള്ള കുളിമുറിയിലേക്ക് പോകവേ അമ്മ ചോദിച്ചു, മോളെ, ആ പ്ലംബർ വിളിച്ചായിരുന്നോ? ഇല്ല അമ്മേ എന്ന് യാന്ത്രികമായി മറുപടിയും പറഞ്ഞ് അവൾ കുളിമുറിയിൽ കയറി. കുറച്ച് സമയം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ടവൽ ഹാളിൽ വിരിച്ചു. അങ്ങനെ മുറിയിൽ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ബോധം വന്നതുപോലെ ആ കാര്യമോർത്തത്. ചാലഞ്ച്! താനത് മറന്നിരിക്കുന്നു. ഒരു ഞെട്ടലോടെ ചാലഞ്ചിൻ്റെ കാര്യം ഓർമ്മയിലുദിച്ചതും കട്ടിലേക്ക് നോക്കിയതും ഞെട്ടി. ഇല്ല, അത് അവിടെയില്ല. വീണ്ടും മോഷണം പോയിരിക്കുന്നു. താൻ വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നോർത്തപ്പോൾ ഒരു ചെറിയ വിഷമം. പിന്നെ അഞ്ജന ചവിട്ടിത്തുള്ളി പരിഭവമായി മുറിയിൽ നിന്നും ഇറങ്ങി. അമ്മേ, അച്ഛനെവിടെ? അതും ഉറക്കെ ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. എന്താ മോളെ? വൈകിട്ടത്തെ ചായയും പരിപ്പ് വടയും ഉണ്ടാക്കുന്നതിനിടെ അമ്മ ചോദിച്ചു. അമ്മേ, അച്ഛനെവിടെയെന്ന്? മാലതി
ഹോ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അച്ഛൻ്റെ മുറിയിലുണ്ട്. അത് കേട്ടതും അഞ്ജന ചവിട്ടിത്തുള്ളി മുറി ലക്ഷ്യമാക്കി നടന്നു. ആഹാ, എപ്പോഴും അടിച്ചു മാറ്റാൽ തന്നെ, ഇങ്ങേര് പണ്ട് കള്ളനായിരുന്നോ? അതും പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്ന് കതക് തുറക്കാനൊരു ശ്രമം നടത്തി. പക്ഷെ അത് അകത്തു നിന്നും ലോക്കായിരുന്നു. അവൾ കതകിൽ മുട്ടി വിളിച്ചു, പക്ഷെ തുറന്നില്ല. ഹലോ അച്ഛ, ഒന്ന് തുറക്കുന്നുണ്ടോ? അവൾ ഉറക്കെ ചോദിച്ചതും ഹാ ഹാ തുറക്കാം എന്ന് ചെറിയ ശബ്ദത്തിലുള്ള മറുപടി മാത്രം കേട്ടു. പിന്നെ അവൾ ഹാളിലെ സോഫയിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും കതക് തുറന്ന് രാഘവൻ പുറത്തേക്ക് വന്നു. അഞ്ജന അയാളെ തുറച്ചു നോക്കിയതും ഒരു ചിരിയാലെ അയാൾ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അവളും പിന്നാലെ ചെന്നു. അയാൾ സിറ്റ് ഔട്ടിലെ കസേരയിലിരുന്നു. അഞ്ജന, അച്ഛ എവിടെ? അത് കേട്ടതും അയാൾ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് മാറി നിൽക്കുമോളെ, കുറച്ച് കാറ്റ് കൊള്ളട്ടെ. അഞ്ജന, അച്ഛ ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ. രാഘവൻ, ഹാ, ചാലഞ്ചിൽ തോറ്റതിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലാട്ടോ. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിന്നെ വാശി പിടിപ്പിച്ചത് ഇന്നെങ്കിലും നീ കൃത്യനിഷ്ഠയോടെ എല്ലാം ഓർത്ത് കൃത്യമായി ചെയ്യുമെന്ന് കരുതിയിട്ട. പക്ഷേ എവിടുന്ന്? നീ വീണ്ടും അതേ അലസ്വഭാവം തന്നെ കാട്ടി. തോറ്റു, മോള് തോറ്റു. അതും പറഞ്ഞ് അയാൾ വീണ്ടും ചിരിച്ചു. അത് കേട്ടപ്പോൾ അവൾ വിഷമത്തോടെ മുഖവും താഴ്ത്തി നിന്നു. രാഘവൻ, വിഷമിക്കേണ്ട, ഇന്നലെ എടുത്തത് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഇല്ല എന്ന് പറഞ്ഞ് പോക്ക് മുടക്കേണ്ട. ഇനി ഇന്നത്തേത് പിന്നെ തരാട്ടോ, എന്തായാലും കൊള്ളാം. ആ പിന്നെ നീ വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് ചാലഞ്ച് ഇടാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ ഒരു സമ്മാനം തരുന്നുണ്ട്. എന്ത് പറയുന്നു? അഞ്ജന, അച്ഛ, ഇന്ന് ഞാൻ തന്നെ ജയിക്കേണ്ടതായിരുന്നു. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ലാട്ടോ. പക്ഷേ ഇന്ന് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ആ സൂരജ് മാത്യു പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറയണം എന്നൊക്കെയുള്ള ഒരു വലിയ ചിന്തയിലായിരുന്നു. അപ്പോൾ വേറൊന്നും ഓർമ്മയുണ്ടായില്ല. അതാ ഇന്നത്തെ ചാലഞ്ചിൽ അച്ഛൻ ജയിച്ചത്. രാഘവൻ, അതാരാ മോളെ സൂരജ് മാത്യു? റോഡിലെ വല്ല വായി നോക്കി പയ്യനുമാണോ? അഞ്ജന, അല്ല അച്ഛ, എൻ്റെ ഓഫീസിലെ മാനേജറാ. രാഘവൻ, ആഹാ, മാനേജർ പയ്യനാണോ? ആട്ടെ, ആൾ എങ്ങനെയുണ്ട്? പാവത്താനാണോ അതോ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പാരയാകുമോ? ചിണുങ്ങിക്കൊണ്ടുള്ള അയാളുടെ ചോദ്യം കേട്ടതും അഞ്ജന പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ ആള് ഡീസൻ്റൊക്കെയാണ്. പിന്നെ ഇച്ചിരി പ്രായം കൂടുതലാണ്. പിന്നെ കാണാൻ അത്യാവശ്യം കൊള്ളാം.